ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്തമോളും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, ഈ മുത്തശ്ശിക്ക് ഉമ്മയൊന്നും വേണ്ടേ എന്ന് ദേവയാനി നോക്കിയാൽ ചോദിക്കുന്നത്. അപ്പം ദേവയാനി പറയും, എനിക്കൊന്നും വേണ്ട, എനിക്ക് ആരുടെ ഉമ്മയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇത്രയും ചെറിയൊരു കുഞ്ഞിനോട് ദേഷ്യപ്പെടരുത്. ഈ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരു ചെറിയ കുട്ടിയല്ലേ, അതിനെ നീ സ്നേഹിച്ചുകൊണ്ടിരുന്നതല്ലേ, അപ്പം പെട്ടെന്ന് അതിനെ അങ്ങനെ വെറുക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേന് ദേവയാനി പറയും, എനിക്ക് ഇനി ഈ കൊച്ചിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ മോനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലാതായിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. നയനമോൾ ആദർശിൻ്റെ ഭാര്യയാണ്, എന്നിട്ട് മോക്ക് വരെയും ആദർശിനെ വിശ്വാസമാണ്, നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും മുത്തശ്ശൻ. എന്നാൽ പറയും, എനിക്ക് എന്തായാലും ഇനി അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, എൻ്റെ മോളെ അവൻ ചതിക്കുകയായിരുന്നു ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നയനയുടെ സപ്പോർട്ടിൽ നിന്നിട്ട് അങ്ങ് പോവുകയാണ്. അന്നേരത്തേന് മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട കേട്ടോ എന്ന് കുഞ്ഞിനോട് പറയാണ്. കുഞ്ഞന്നേരത്തേന് സങ്കടപ്പെട്ട് തന്നെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശ് കിരണിനെ കാണാനായിട്ട് ഒരു കടൽ തീരത്ത് ചെല്ലുന്നതാണ്. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, എടാ എങ്ങനെയായി റിസൾട്ട് എന്നാ കിട്ടുന്നത് എന്നറിയാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. ഉടനെ കിരൺ പറയും, എടാ അവന് ലീവാ, അവനൊന്ന് ജോലി കയറിയാൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. എടാ ഇത് അറിയാതിരുന്നിട്ട് എനിക്ക് ആകെ ടെൻഷനാണ്, ഇല്ലാത്ത ഒരു ഭാരം എൻ്റെ തലയിൽ വെച്ച പോലാണ്, ഞാൻ നിരപരാധിയാണെന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലായി, പക്ഷേ അമ്മ എന്നെ സംശയിച്ച് തന്നെ നിൽക്കുകയാണെന്നൊക്കെ പറയും. എല്ലാവർക്കും ആ കുഞ്ഞിനെ ഇഷ്ടമാണല്ലോ, ഞാൻ മൂർത്തി സാറിനോട് സംസാരിച്ചപ്പം ഇനി ഇത് DNA ടെസ്റ്റ് ഒന്നും നടത്തണ്ട എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹം പറഞ്ഞെന്നൊക്കെ പറയും. അതൊക്കെ കാര്യം ശരിയായിരിക്കും, ഞാൻ ആ കുഞ്ഞിനെ സ്നേഹിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ആദർശ്. എത്രയും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാമെന്ന് ആദർശിനോട് കിരൺ പറയും. എന്നെ ചതിച്ചതാരാണെന്ന് എനിക്കറിയണം, അഭിയാണോ ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നാണ് കൂടുതലായിട്ടും അറിയേണ്ടത്, അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്ത് വലിയൊരു ചതിയാണ്, അപ്പോൾ ആ ചതിക്ക് എന്ത് പ്രതിഫലം കൊടുക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ പിന്നെ തീരുമാനിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുകയാണ് കിരണിനോട് ആദർശ്. ദേവയാനി ഇങ്ങനെ ഒറ്റയ്ക്ക് ഹാളിലിരിക്കുമ്പോഴത്തേന് ചന്തുമോൾ ചെന്ന് അടുത്ത് ചെന്ന് സംസാരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അന്നേരത്തേന് ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് വരരുതെന്ന്, നിനക്കിപ്പോൾ ഒരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, നിന്നെ സ്നേഹിക്കാൻ അവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ ഇനി അവരുടെ അടുത്ത് പോയാൽ മതി, എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അന്നേരത്തേന് അതൊക്കെ നയന നിന്നിങ്ങനെ കാണുന്നുണ്ട്. കുഞ്ഞിനും സങ്കടമാകുന്നുണ്ട് കേട്ടോ. അന്നേരം നയന അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതൊരു കുഞ്ഞല്ലേ, അതിനെ മുഖത്ത് നോക്കിയാൽ എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നീയാണോ ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് തള്ളിവിട്ടെന്നൊക്കെ ചോദിക്കും. അത് ഞാനല്ല എന്ന് പറയുന്നുണ്ടെ പറയും, എന്തായാലും എനിക്കതിനെ ഇനി സ്നേഹിക്കാനേ പറ്റത്തില്ല, അമ്മ ഇത്രയും നാളും അതിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നതല്ലേ, പെട്ടെന്നൊരു ദിവസം സ്നേഹിക്കാതിരിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സിന് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്ന നയന. ഉടനെ പറയും, എനിക്കതൊന്നും അറിയണ്ട, ഞാനിതിനെ സ്നേഹിച്ചതായിരുന്നു, പക്ഷേ ആദർശിൻ്റെ കുഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ തൊട്ടേ എനിക്കതിനെ ഇഷ്ടമേ അല്ല, ഇനിയിപ്പോൾ എനിക്കതിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കതിനെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയും, എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ഞാൻ ഈ കുഞ്ഞിനെ വിട്ട് കളയത്തില്ല, അതിൻ്റെ മുഖത്ത് നോക്കിയാൽ നല്ല ഓമനത്വമാണ്, എനിക്ക് ആ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ഞങ്ങൾ കരുതുന്നതൊക്കെ പറഞ്ഞ് നയനെ അങ്ങ് പോകും. ജലജ വന്ന് ദേവയാനിയോട് പറയുന്നുണ്ട്, നാളെ എൻ്റെ കൊച്ചുമോൻ്റെ നൂലുകെട്ടാണ്, ആ സമയത്ത് ആ ചന്തുമാളെന്ന് പറയുന്ന ആ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയും. അതിനെ കൊണ്ടുപോകുന്ന കാര്യം ഇവിടെ ആരെങ്കിലും പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല എന്ന് ദേവയാനിയും പറയും. അങ്ങോട്ട് അന്നേരത്തേന് ജയനും അജയനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊക്കെ അവർ കേൾക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങോട്ട് വരുമ്പോഴത്തേന് അജയൻ പറയും, അതൊരു കുഞ്ഞല്ലേ, അതിനെ ഫംഗ്ഷന് കൊണ്ടുപോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. ജയനും പറയും, ശരിയാണ്, അതിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഇവിടെ ആർക്കും എന്ത് സംഭവിക്കാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേന് ജലജ പറയും, അതൊന്നും പറ്റത്തില്ല, ആ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നവിയുടെ അച്ഛനും അമ്മയൊക്കെ അറിയും, അവരോട് ഞാൻ ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയും. പിന്നെ എല്ലാവരും ചോദിക്കും, ഈ കുഞ്ഞ് ആരുടെ ഏതാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലെന്ന് ചോദിക്കും. അപ്പോഴത്തേന് എനിക്കിതിനൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ജലജ അങ്ങ് ചൂടാവുകയാണ്. അപ്പോഴത്തേന് ജയൻ പറയുന്നുണ്ട്, ഇതുപോലെ തന്നെയാണ് നിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നത്, ആ സമയത്ത് നിന്നെ ഒരിടത്തൊന്നും ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല, അന്നേരമൊക്കെ ഓരോരുത്തരും മറുപടികൾ ചോദിച്ചുകൊണ്ടിരുന്നില്ലേ, ആ സമയത്ത് അച്ഛൻ എന്ത് മറുപടിയാണ് പറഞ്ഞിരുന്നത്, അതുപോലെ തന്നെ ഇതിനും ഞങ്ങൾ മറുപടി പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ജയനങ്ങ് ദേഷ്യപ്പെടുകയാണ് ജലജയോട്. പിന്നീട് ജയൻ ആദർശിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആദർശ അച്ഛനെ കാണുമ്പോഴത്തേന് ചോദിക്കുന്നുണ്ട്, അച്ഛന് തോന്നുന്നുണ്ടോ ഞാനാണ് ചന്തുമോളുടെ അച്ഛനെന്ന്, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യുന്ന അച്ഛൻ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അന്നേരത്തേന് ജയൻ പറയുന്നുണ്ട്, ഇല്ല മോനെ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തായാലും എന്നോട് പറഞ്ഞേനോ, അല്ലെങ്കിൽ അനിയോടെങ്കിലും പറഞ്ഞേനോ, അതെനിക്ക് ഉറപ്പാണ്, നിനക്ക് അനഘ എന്നൊരു പെൺകുട്ടിയോട് സ്നേഹമൊന്നുമല്ല, ഒരു ഫ്രണ്ട് ഉള്ളതായിട്ട് പോലും ഞങ്ങൾക്കാർക്കും അറിയത്തില്ല, അതുകൊണ്ട് നീ അല്ല കുഞ്ഞിൻ്റെ അച്ഛൻ എന്നറിയാമെന്ന് പറയും. അച്ഛാ എനിക്കതുകൊണ്ട് അത് തെളിയിക്കുക ചെയ്യണമെന്നൊക്കെ പറയും. അതൊക്കെ വേണോ മോനെ, എന്തായാലും ആ കുഞ്ഞിവിടെ അച്ഛൻ കൊണ്ടുവന്ന് വളർത്തുകയല്ലേ, അപ്പം പിന്നെ അതിവിടെ വളർന്നോളുകയല്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാലും എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റത്തുള്ളൂ അച്ഛാ, അമ്മ എന്നെ നിന്ന് അകന്ന് നിൽക്കുന്ന കണ്ടില്ലേ, എനിക്കതൊരു ഭയങ്കരമായ സങ്കടമാണ്, അച്ഛൻ അമ്മയോടൊന്ന് സംസാരിക്കണമെന്നും പറയും.
ജയൻ അതിനുശേഷം ദേവയാനി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ പറയാൻ വരുവാണെന്ന്. ദേവിക്കും എന്താ ജയേട്ടൻ എന്നോട് പറയാമെന്ന് ചോദിക്കും. നീ എന്താ ആദർശിനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? നയനമോള് പോലും അവനെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നില്ലല്ലോ എന്ന് പറയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവൻ്റെ ഈ പ്രവൃത്തി എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ അമ്മയാണെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവനും നയനയും പറഞ്ഞതാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശാണെന്ന്. അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിലെന്തെങ്കിലും ഇല്ലാതിരിക്കത്തില്ലല്ലോ എന്ന് പറയും. അവരങ്ങനെ അതിനെ കരുതുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ അതിനർത്ഥം. നീ എന്തിനാ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നതൊക്കെ ചോദിച്ച് ദേവയാനി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ജയൻ. എന്നിട്ട് പറയും എന്തായാലും ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഇനി ആരും ഇറക്കി വിടുകയില്ല, അച്ഛൻ കൊണ്ടുവന്നതല്ലേ, അപ്പോൾ അതിനെ വളർത്താനായിട്ട് ഇവിടെ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത് ഇവിടെ തന്നെ വളരുക തന്നെ ചെയ്യുമെന്ന്. നീയും താമസിയാതെ അതിനെ സ്നേഹിക്കാൻ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ജയൻ ഇറങ്ങിപ്പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ദേവയാനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഹാളിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നയനെ ആ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വന്നിട്ട് കുഞ്ഞിനോട് പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലണം, എന്നിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു വിടും. എന്നിട്ട് കുഞ്ഞിനെ നോക്കി നിൽക്കുകയാണ് നയന. അന്നേരം കുഞ്ഞ് എന്ന് ദേവയാനിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പം ദേവയാനി ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും, എന്താ വേണ്ടത്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. ദേവയാനി ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കാണുമ്പോഴത്തേന് കുഞ്ഞിന് അങ്ങ് സങ്കടം വരുന്നുണ്ട്. അതുടനെ കരയുന്നുണ്ട്. കരയുന്ന കാണുമ്പോഴത്തേന് ദേവേനെ ഉടനെ ആ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയും, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് കരഞ്ഞോളൂ കാണോ, എന്തിനെയൊക്കെ കരയുന്നത്, ഇനി വേറെ എവിടെയെങ്കിലും പോയിരിക്കുക, ഇങ്ങനെ എൻ്റെ പുറകെ വരരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പം നയനെ അങ്ങോട്ട് വരുന്നുണ്ടേ ദേവനെ ചോദിക്കുന്നുണ്ട്, നീയാണ് കുഞ്ഞിനെ ഇങ്ങോട്ട് പുറകെ എൻ്റെ അടുത്തോട്ട് തട്ടി വിടുന്നത്, അതിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാലും ഞാൻ എന്നെ സ്നേഹിക്കുമെന്നാണോ വിചാരിച്ചത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതിനെ സ്നേഹിക്കത്തേ ഇല്ലെന്ന് പറയും. അമ്മ ഇതൊരു കുഞ്ഞല്ലേ, ഒരു കുഞ്ഞിനോട് കാണിക്കേണ്ട ഒരു സൗമ്യതയെങ്കിലും അമ്മയ്ക്ക് കാണിച്ചു വിടുന്നൊക്കെ ചോദിക്കും. അതൊക്കെ നീ അങ്ങ് കാണിച്ചു. നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഒരു കുഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനെ അച്ഛനും അമ്മയായിട്ടൊക്കെ വളർത്തിയെടുക്കാമല്ലോ, അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആദർശേട്ടനൊരു തെറ്റ് ചെയ്യലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പം പിന്നെ അമ്മ അത് വിശ്വസിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവയാനി അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പോഴത്തേന് നയന കുഞ്ഞിനോട് പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് സങ്കടപ്പെടണ്ട കേട്ടോ. നയനാമ്മ ഇവിടെ വന്ന് കയറിയ സമയത്ത് ഈ മുത്തശ്ശി ഇതുപോലെ തന്നെയായിരുന്നു, അമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പം കണ്ടില്ലേ ഒരുപാട് സന്തോഷവും സ്നേഹവും ഇല്ലേ അമ്മയ്ക്ക്? അതുപോലെ തന്നെ മോളെയും മുത്തശ്ശി സ്നേഹിച്ചോളും കേട്ടോ, മോള് സങ്കടപ്പെടുകയേ വേണ്ട എന്ന് പറഞ്ഞ് അവളുടെ കണ്ണുനീരൊക്കെ തുടച്ച് താലോലിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞിനൊരു സന്തോഷമായിട്ട് അതിങ്ങനെ ചിരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.